ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഈ പെണ്ണിനെന്താ വട്ടായോ എന്നൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വേണ്ട ഒരു കാര്യം ആണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എനർജി എപ്പോഴും ഹൈ ആക്കിയിരിക്കുക എന്നുള്ളതാണ്. ഈ എനർജി ഹൈ ആക്കിയിരിക്കുന്നതിൽ ഈ പാട്ടിന് വളരെ പങ്കുണ്ട്. അതായത് നമ്മൾ നല്ല അടിപൊളി സോങ് കേട്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഫ്രീക്വൻസി അപ്പോൾ ഉയർന്നു നിൽക്കും, നല്ല ഹാപ്പി ആയിട്ടായിരിക്കും അല്ലേ. എല്ലാ സങ്കടങ്ങളും നമ്മുടെ ആ സമയത്ത് നമ്മളൊന്നും ഓർക്കുക പോലുമില്ല. അപ്പോൾ നമ്മൾ ആ പാട്ടിൽ ലയിച്ച് ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആ സമയത്തൊന്ന് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുകയില്ല. ഇത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ആരും കാണാതെ നല്ല അടിപൊളി സോങ് കേട്ട് ഡാൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പവർ ലഭിക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്യുമായിരിക്കും, അപ്പോൾ ഹാപ്പിനെസ് കിട്ടും, ശരി തന്നെ. പക്ഷേ നമുക്കങ്ങനെ ഭാവന ചെയ്യാൻ സമയത്ത് കഴിയില്ല. ഭാവന ചെയ്യണം. നമ്മൾ നന്നായി വിഷ്വലൈസേഷൻ ചെയ്യാനാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യേണ്ടത്. പാട്ടിൻ്റെ വരികളൊന്നും നിങ്ങൾ നോക്കണ്ട, പാട്ടിൻ്റെ വരികളൊന്നും നിങ്ങൾ നോക്കി അങ്ങനെ ഉള്ളിലേക്ക് എടുക്കണ്ട. പക്ഷെ നല്ല അടിപൊളി സോങ് ആണോ എങ്കിൽ നമ്മൾ അത് അടിപൊളിയിൽ നമ്മൾ മറന്ന് നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് കിട്ടി എന്നുള്ള ആ ഒരു ഉറപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കില്ലേ? നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ, നിങ്ങൾ ഒരുപാട് കാലമായി അത് ആഗ്രഹിക്കുന്നു, അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളൊരു സന്തോഷം, നിങ്ങളവിടെ ഗാനമേള നടത്തും അല്ലേ. അത്രയ്ക്ക് ഹാപ്പിനെസ്സോടുകൂടി ചെയ്യണം എന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക, ഒന്ന് അതിലേക്കൊക്കെ നോക്കുക, ഒന്ന് വിഷൻ ബോർഡ് പോയി നോക്കുക. എന്നിട്ട് നമ്മൾ ആ ആഗ്രഹം പെട്ടെന്ന് ലഭിക്കാനുള്ള ആ ആഗ്രഹം എടുക്കുക, അടിപൊളി സോങ് വെക്കുക, ഡാൻസ് കളിക്കുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നല്ല വൈബ്രേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഷെയർ ചെയ്യാൻ പോകുന്നത് ആക്ട് ആസ് ഇഫ് എന്നതിനെ പറ്റിയാണ്. എന്താണ് ആക്ട് ആസ് ഇഫ് നമുക്ക് നോക്കിയാലോ. അതായത് നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അതിനു വേണ്ടി ആത്മസമർപ്പണം നടത്തുന്നുണ്ട്. വെറുതെ ഒരു ആഗ്രഹം എഴുതി വെച്ചാൽ അത് നമ്മളിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നത് മണ്ടൻ ആശയമാണ്. അങ്ങനെയൊന്നും ഞാൻ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ടൈം കൊടുക്കുന്നു, എത്ര അതിനു വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നുള്ളത് കാര്യം പ്രധാനമാണ് അല്ലേ. നമ്മൾ അതിനെ അധ്വാനിക്കുകയും കൂടെ വേണം, എന്നാൽ മാത്രമേ നമ്മളിലേക്ക് എത്തുക. അതുപോലെ കൃത്യമായി ഭാവനയെ ഉപയോഗിക്കണം. ഭാവനയ്ക്ക് ഒരുപാട് പങ്കുണ്ട് മാനിഫെസ്റ്റേഷനിൽ. അപ്പം എന്നാൽ മാത്രമാണ് നമ്മളിലേക്ക് വരുന്നത്. വിശ്വാസത്തോടെ ഇരിക്കുകയും വേണം. നമ്മൾ പ്രാർത്ഥനയിൽ എന്താ ചെയ്യുന്നത്? വിശ്വാസത്തോടെ ദൈവമേ എന്ന് വിളിക്കുകയല്ലേ. അതുപോലെ വിശ്വാസത്തോടുകൂടെ നമ്മൾ നമ്മെ തന്നെ വിശ്വാസം അർപ്പിച്ച് ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് എഴുതിയൊക്കെ വെച്ച് നമ്മൾ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്കത് നേടിക്കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താണ്? നമ്മളൊന്ന് ഭാവന ചെയ്തിട്ട് നമ്മൾ അതുപോലെ പ്രവർത്തിക്കുക. ആക്ട് ആസ് ഇഫ്, അതായത് ആക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ഞാൻ ആ ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? രാവിലെ എനിക്ക് ആ ജോലിയിലേക്ക് പോകണം. അപ്പം ജോലികളെല്ലാം ആ രീതിയിൽ ക്രമീകരിച്ചൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി കഴുത്തിലൊരു ടാഗൊക്കെ വെറുതെ നമ്മൾ സ്കൂളിൽ നമ്മുടെ മക്കളെ കയ്യിലോ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവും, ടാഗ് ഉണ്ടാവും. ജസ്റ്റ് അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ആക്ട് ആസ് ഇഫ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒന്ന് എഴുതുന്ന മാതിരിയൊക്കെ. ഞാൻ അതായി കഴിഞ്ഞു ഓൾറെഡി. ഞാൻ നമ്മുടെ മനസ്സിനോട് നമ്മൾ എപ്പോഴും പറഞ്ഞു ഞാൻ അതായി കഴിഞ്ഞു, എനിക്ക് ആ ജോലി കിട്ടി. ആ കിട്ടിയ ആ ഒരു വിഷ്വലൈസേഷനും ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിരന്തരം നിങ്ങളിത് ചെയ്യുമ്പോൾ അതിലേക്ക് എത്താനുള്ള അവസരം ഒരുങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ. ഇങ്ങനെയുള്ള ഡാൻസൊക്കെ കളിച്ച് നമുക്ക് സ്റ്റെപ്പൊന്നും അറിയില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ഡാൻസ് കളിക്കാതിരിക്കലൊന്നുമല്ല. ഇനിയിപ്പം സഭയിലാണെങ്കിലും നമ്മളിപ്പം ക്രൗഡിൻ്റെ മുന്നിലാണെങ്കിലും നമുക്ക് കളിക്കണോ, കളിക്കുക. അത് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവും. വൈബ്രേഷൻ ഹൈ ആവുമ്പം ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമ്പം യൂണിവേഴ്സ് അത് റീഡ് ചെയ്യുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരുപാട് നേരം ചിരിച്ചു കഴിയുമ്പോൾ കരയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. പണ്ടൊക്കെ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. അയ്യോ ഒരുപാട് ചിരിക്കുന്നു, ചിരിക്കണ്ട കരയേണ്ടി വരും. എന്ത്
ചിരിക്കുക, നമുക്ക് എത്ര വേണമെങ്കിലും പൊട്ടിച്ചിരിക്കുക, കരയേണ്ടി വരുമൊന്നുമില്ല. അതൊക്കെ വെറും തെറ്റായ ചിന്താഗതി. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ മനസ്സിൽ നിന്ന് ഇപ്പോഴേ എടുത്ത് മാറ്റിക്കളെ. പിന്നെ അതേപോലെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭാവന ഉപയോഗിക്കുക. നിങ്ങളോട് ഞാൻ ഇതിന് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു, എൻ്റെ വാട്സപ്പ് ക്ലാസ്സിൽ പഠിച്ച കുറച്ച് പേർക്ക് സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് മാറ്റം വന്നിട്ട് അത് നമ്മളോട് പറയുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സന്തോഷം ഉളവാക്കും. നമുക്ക് എല്ലാത്തിനേക്കാളും ഉപരി നമുക്കൊരു സന്തോഷം, അവരുടെ ലൈഫിൽ ഒരു മാറ്റം വന്നല്ലോ. ഇത് തന്നെയായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം യൂണിവേഴ്സിനോട്. എനിക്കതിൽ വളരെ ഞാൻ ജെന്യുവനായിട്ട് പറയുകയാണ്, വളരെ സന്തോഷമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കൊടുത്തതിന് ഒരു ഉത്തരം എനിക്ക് കിട്ടി. ഇനിയും പല ആഗ്രഹങ്ങളും എനിക്കുണ്ട് കേട്ടോ. അതൊക്കെ തുടരെ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിനുള്ള സമയം കൊടുക്കണം, ക്ഷമ വേണം, വിശ്വാസം വേണം, എല്ലാം വേണം അല്ലേ. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതിൻ്റെ ടൈം ആകുമ്പോൾ ഉറപ്പായിട്ട് നടക്കുക തന്നെ ചെയ്യും. എല്ലാവരുടെ ലൈഫിലും നടക്കും. എനിക്ക് മാത്രമല്ല. കാരണം എന്താണ്, ഞാനും നിങ്ങളും സെയിമാണ്. എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, നിങ്ങൾക്കും പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിലുള്ള അതേ ശക്തി തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരിലുള്ളത്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളെക്കാൾ കുറച്ചൊരു പദവിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും. ഓക്കെ, ബഹുമാനം നമുക്ക് വരാണമ്പോൾ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിട്ടില്ല. അവരത് അവരുടെ ഭാവന ഉപയോഗിച്ചും കഠിനാധ്വാനം കൊണ്ടും അവരുടെ നല്ല മനസ്സിനെ കൊണ്ടും ഒക്കെ അവർ നേടിയെടുത്തതാണത്. അത് നമുക്കും നേടാൻ സാധിക്കും. എനിക്കും ഉണ്ട് ആ പവർ. എനിക്കും ആ വ്യക്തിയിലൂടെ ഒഴുകുന്ന അതേ പവർ എന്നിലും ഉണ്ട്. എനിക്ക് സാധിക്കും. പക്ഷേ നമ്മൾ രണ്ട് തരം വ്യക്തികളെ മൂന്നാല് തരം വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഭാവന ഉപയോഗിച്ച് നല്ല ഒരു ലെവലിൽ എത്തിയ വ്യക്തികൾക്ക് അവർക്ക് അതിൻ്റേതായ സ്വഭാവ മഹിമയുണ്ടാവും. മറിച്ച് അല്ലാതെ കിട്ടിയ വ്യക്തികളും ഉണ്ടാവും. ഇപ്പം ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ പെട്ടെന്നൊരു ജോലിയൊക്കെ കയറുക, പ്രത്യേകിച്ച് ഒരു ഇതില്ല, ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കയറുന്ന വ്യക്തികളുണ്ട്. അവർ അഹങ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറില്ല. പക്ഷെ എത്രത്തോളം അഹങ്കാരം ഉണ്ടാവും. ആ അഹങ്കാരം കുറേ കാലങ്ങൾ അവർ കൊണ്ടു നടക്കും. പക്ഷേ അതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും, അതുപോലെ പോവുകയും ചെയ്യും. അതൊക്കെ വേറെ കാര്യം. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മളെപ്പോഴും താഴ്മയോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത്, നിങ്ങൾ പണമാണോ ആവശ്യമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ കയ്യിൽ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് എമൗണ്ടിനേക്കാളും ഒരു എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു 10% നമ്മൾ ദാനം ചെയ്യാൻ ശ്രദ്ധിക്കണം. ദാനം നല്ലൊരു മാനിഫെസ്റ്റേഷൻ ടൂളാണ്. കാരണം എന്താ വെച്ചാൽ അറിയോ, നമ്മൾ കൊടുക്കുന്ന ദാനം ഇരട്ടിയെ നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മൾ ഒരാൾക്ക് മനസ്സറിഞ്ഞ് കൊടുക്കണം കേട്ടോ. വെറുതെ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്കൊരു 10,000 രൂപയാണ് കിട്ടിയതെങ്കിൽ അതൊരു 10% അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ ഒരു 10% പാവപ്പെട്ടവന് കഞ്ഞി കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ ഉണ്ടാകുന്നത്, ഇത് കാണുന്നത് ആരാണെന്നറിയോ, പ്രപഞ്ചം കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ടല്ലേ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ഇരട്ടി നമ്മിലേക്ക് പല വഴികളിലൂടെയും വരും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ, നമ്മൾ പറയുന്നില്ല, വാക്കൊക്കെ പവറില്ലേ, ഉറപ്പായും വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ലൊരു മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സുണ്ടാവുന്നത് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അതായത് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് അത് എൻ്റെ ഗുണം കൊണ്ടല്ല കേട്ടോ. ഞാൻ അവർക്ക് ഗൈഡായിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ പവറാണ്, അവരുടെ കഴിവാണ്. കാരണം അവർക്കുണ്ട് പവർ എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർ പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ടാണ്. അപ്പം അവരോട് ആണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അവർ ആ പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. ഓക്കെ, അപ്പം എല്ലാവരുടെ ലൈഫിലും പല മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സർവേശ്വരനോട്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ നമ്മളൊരു ചൂട് വെച്ചാൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി 1000 ചൂട് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചൂട് വെക്കുക, മുന്നോട്ട് കുതിക്കുക, നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ആരെന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ചില ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്തു കൊടുത്താലും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും, നമ്മളെ ഹൃദയത്തോടെ തുറന്നു കാണിച്ചാലും അവരെന്ത് ചെയ്യുന്നറിയോ, അത് വിശ്വസിക്കില്ല. വീണ്ടും നമ്മെ ഉപദ്രവിക്കും. അത് അവർക്ക് മനസ്സമാധാനം ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളെയും കൂടെ അതിലേക്ക് താഴ്ത്തുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും അതിലൊന്നും പോകാതെ ആക്കുക. നമ്മുടെ മൈൻഡിനെ ഒരു പ്രത്യേക ലെവലിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പവറിലേക്ക് നമ്മൾ പോവാതെ നമുക്ക് നമ്മളേതായ വൈബ്രേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. അതിൽ ഞാൻ പറയണേ, നെഗറ്റീവ് പീപ്പിളിനെ കാണുമ്പോൾ അവർ നമ്മോട് ഇങ്ങനെ വീണ്ടും ചെയ്യുമ്പോൾ എപ്പോഴും നന്ദി പറയാം. ഉള്ളിൽ അവരോട് നന്ദിയുള്ളവരായിരിക്കും. അവർ ബ്ലെസ് ചെയ്യുക. ആ നെഗറ്റീവ് നമ്മളെ
അടുത്തേക്ക് വരില്ല. പിന്നെ അതേപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതേപോലെ കുറ്റം പറയുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കുറ്റം പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം? കുറ്റങ്ങളില്ലാത്ത വ്യക്തികളില്ല. ആർക്കും ഇപ്പം ഏതൊരു വ്യക്തികൾക്കും കുറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് തെറ്റായിരിക്കും, അവർക്ക് തെറ്റാന്ന് തോന്നുന്നത് നമുക്ക് ശരിയായിരിക്കും. ഇതല്ലേ കുറ്റം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറ്റം പറയാൻ മാക്സിമം പറയാതിരിക്കുക, കേൾക്കാതിരിക്കുക. ഇതൊക്കെ ഉണ്ടാവും, അതാ പറയുന്നത് ഈ എന്താ പറയുക, ഈ ഏഷ്യണി പറയാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പറയുന്നത് പോലും നമ്മൾ കേൾക്കാതിരിക്കുക. അത് നല്ല രസമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നൊക്കെ നമ്മൾ വിട്ട് നിൽക്കുക. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ട് ഒരു അടി പവറുള്ള വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുക പ്രാക്ടീസിലൂടെ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പവർ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ചില ആൾക്കാർ നമ്മളായിട്ട് കോൺടാക്റ്റേ നിർത്തിപ്പോവും. കാരണം എന്താ, അവർക്ക് ഈ കുറ്റം പറയാനൊരു രസഹാരമായിരിക്കും. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഹലോ അങ്ങനെ, അപ്പോൾ നമ്മൾ കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരി ഇതിങ്ങനെ പറഞ്ഞ് ശരി എനിക്ക് തിരക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരിത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അവർ പോട്ടെ. എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ആളുകളായിട്ട് കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാൻ നമ്മൾ തന്നെ മനസ്സിനോട് പറയുക, അവർ പറയുന്നത് ഞാൻ കേൾക്കില്ല, എൻ്റെ മനസ്സിലേക്ക് ഞാൻ അനുവദിക്കാതെ ഒരു കാര്യവും ഞാൻ എടുക്കില്ല, ഞാൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെ ഞാൻ വേദനിപ്പിക്കില്ല എന്നൊരൊറ്റ തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. ഓക്കെ, അപ്പം എൻ്റെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എനിക്ക് ഈ പ്രാക്ടീസിലൂടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെന്താ പിന്നെ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അതൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ആണെങ്കിൽ കിടന്നാൽ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. വേദന കാരണം നമ്മൾ ഉണർന്നാൽ പിന്നെ ഉറങ്ങാനൊന്നും സാധിക്കാറില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ കൈയുടെ വേദനയൊക്കെ ഏകദേശം ഒരു 80% കുറഞ്ഞെന്ന് തന്നെ വേണം പറയാൻ. അതിപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പകലാണെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴും പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒക്കെ മാറി സുഖമായിട്ട് വരുന്നുണ്ട്. ഞാൻ പണ്ടിങ്ങനെ എപ്പോഴും എനിക്കെന്താ ഇങ്ങനെ എൻ്റെ ലൈഫ് മാത്രം എന്തെങ്കിലും ആയിപ്പോയി, എപ്പോഴും ഓരോ സങ്കടങ്ങൾ മാത്രം. അപ്പം നെഞ്ചുവേദന എടുക്കുമായിരുന്നു എനിക്ക്. പെട്ടെന്ന് ഒരു 2 മിനിറ്റ് ഞാൻ തനിച്ചായി കഴിഞ്ഞാൽ അപ്പം ഞാൻ കരയും. ആരുമില്ലാതെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ കരയും. ചിലപ്പോൾ പിന്നെ കുളിക്കാൻ കയറുമ്പോഴൊക്കെ നിന്നിട്ട് ഇങ്ങനെ കരയുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും സങ്കടം, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കരയാനൊരു കാരണമില്ല എന്നുള്ളതാണ്. എനിക്ക് കരയാനില്ല, എനിക്കതൊന്നും കരയാനുള്ള വിഷയമായിട്ട് തോന്നുന്നേ ഇല്ല. കാരണം എനിക്ക് എപ്പോഴും നന്ദി പറയാനാണുള്ളത്. ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്കുള്ളതിന് നന്ദി പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ വരുമെന്ന് പറയില്ലേ. ഇതേപോലെ എനിക്ക് ഓരോ കാര്യങ്ങൾ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇത്. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എനിക്ക് ആ അവസരങ്ങൾ എൻ്റെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വില കൊടുക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശരിക്കും എനിക്ക് ഒരു വില കിട്ടുന്ന രീതിയിലേക്കുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ഭയങ്കര മാറ്റമാണ്. പിന്നെ ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ എന്നോട് തന്നെ തോന്നുന്നുണ്ട്. കാരണം കുറേ കാലമായിട്ട് അടിഞ്ഞു കൂടി കിടന്നൊരു വിഷമം അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കുറച്ച് ഇല്ലാണ്ടായ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരാളോടൊക്കെ മറ്റത് സംസാരിക്കുമ്പോഴൊന്നും വേറെ ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമൊന്നും കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് വേറെ ആളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒരു എന്താ പറയണ്ടേ, എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്തായാലും അതിനുണ്ട്. നല്ലൊരു സുഖമുള്ളൊരു ഇന്നത്തെ മെഡിറ്റേഷൻ ഞാൻ രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ലേറ്റായിട്ടാണ് അതിൻ്റെ മെസ്സേജ് കണ്ടത്. ഞാൻ വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സക്സസ് സ്റ്റോറീസ് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. ഇനിയും അഡ്മിഷൻ നടക്കുന്നുണ്ട്.
ഓക്കെ, 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 1-ാം തീയതി കഴിഞ്ഞാലും അതിന് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പായി തന്നെ സെറ്റ് ചെയ്തിട്ട് ഞാൻ തരുന്നതാണ്. പിന്നെ അതുപോലെ കുറച്ച് ബുക്സ് ഉണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. നിങ്ങൾ ഈ ബുക്ക് ഉണ്ടല്ലോ, ഇത് സൂപ്പർ ഡ്യൂപ്പർ ബുക്കാണ്. ഈ ബുക്ക് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. പിന്നെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, ഈ ബുക്ക് ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടുന്നുണ്ട്. വാങ്ങിക്കാൻ പറ്റാത്തവർ അത് കേൾക്കുക. ഓക്കെ, അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ, നല്ല അടിപൊളി ബുക്കാണിതും. അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. മാന്ത്രികത്തിൻ്റെ സമ്മറി മൊത്തം എൻ്റെ ചാനലിലുണ്ട്. ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട് മാന്ത്രികം. പിന്നെ അടുത്തൊരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. സൂപ്പർ ഡ്യൂപ്പർ ബുക്കാണ്. ഈ ബുക്ക് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. മാതൃക ഞാൻ ഫുള്ള് വായിച്ചതാണ്. പിന്നെ ഇത് ബുക്ക് കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇതിൽ എങ്ങനെയാണ് പണത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് വരിക, ആ തടസ്സം എങ്ങനെ മാറ്റാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പക്ഷേ പെട്ടെന്ന് അങ്ങനെ നമുക്ക് വായിച്ചിരുന്ന് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഒരു മോട്ടിവേഷൻ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കരുതണം, അത്യാവശ്യമാണ്. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരുന്ന് വായിക്കാമല്ലോ. മനസ്സിനെപ്പോഴും ഇതിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സും മോട്ടിവേഷൻ വീഡിയോസും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ മൈൻഡ് മാറിപ്പോവും. മനസ്സിനെപ്പോഴും, അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇഷ്ടം വെറുതെ ഇരിക്കാനും ഇങ്ങനെ വെറുതെ കണ്ട വീഡിയോസ് കാണാനും പിന്നെ അതേപോലെ നെഗറ്റീവ് കേൾക്കാനും ആസ്വദിക്കാനും കിടന്നുറങ്ങാനും മാത്രമാണ് ഇഷ്ടം. അത് മറ്റേതെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി മെനക്കെടാ. ബുക്കൊക്കെ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഒത്തിരി പാടാ അല്ലേ? അപ്പോൾ ബ്രെയിൻ അത് ഇഷ്ടമല്ലാത്ത ഇതാണ്. അപ്പം അതിന് സുഖിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെ സുഖിക്കാൻ വിടരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ നന്നാകാൻ തീരുമാനിച്ചതാണ്. എനിക്ക് നല്ല സന്തോഷം വേണം. എനിക്ക് സന്തോഷം സമാധാനം നിറഞ്ഞ് മറ്റുള്ളവരെ പോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊരൊറ്റ വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ അതിലേക്കൊന്നും നമ്മൾ മനസ്സ് പോവില്ല. സെലിബ്രിറ്റീസിൻ്റെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അത് കണ്ടിരുന്ന സമയം പോക്കാറുണ്ട് അല്ലേ? നമ്മളൊക്കെ വെറുതെ സമയം പോക്കാം. അപ്പോൾ അന്നേരം കൊണ്ടൊക്കെ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്താ നല്ലൊരു ബോധ്യം വരും. നമ്മുടെ മൈൻഡ് ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നേടാൻ സാധിക്കും, അപ്പോൾ ഉയരത്തിലെത്തും. നമുക്ക് എന്ത് വേണം? അംഗീകാരം വേണം, ബഹുമാനം വേണം, തല ഉയർത്തി നിൽക്കണം. ഇതൊക്കെ വേണ്ടേ? വെറുതെ കരഞ്ഞിരിക്കാനാണോ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എൻ്റെ ശക്തി നിന്നിൽ ഞാൻ തന്നിരിക്കുന്നത് എന്തിനാ? നീ ഈ ഭൂമിയിൽ എന്താണ് എല്ലാ സുഖത്തോടു കൂടിയും ഈ ഭൂമിയിൽ എല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ളത് തന്നെയാണ്. എല്ലാ സുഖങ്ങളും പ്രകൃതി നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. നല്ല മരങ്ങളുണ്ട്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്, പുഴകളുണ്ട്, പൂക്കളുണ്ട്, എല്ലാം ആസ്വദിക്കുക. നമുക്ക് കണ്ണുള്ളതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കുന്നത്. താങ്ക് യു ഗോഡ്. കണ്ണുള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഒന്നും പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ താങ്ക് യു എന്നുള്ള വാക്കെങ്കിലും പറയുക ഡെയിലി. താങ്ക് യു എന്ത് കിട്ടുമ്പോഴും താങ്ക് യു എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതാണ് ആകർഷണ നിയമം പറയുന്നത്. ആകർഷിച്ചെടുക്കാനുള്ള പവർ, ഒരു കാന്താണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ആകർഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഒരാളുടെ കയ്യിൽ ഒരു നല്ല അടിപൊളി ചെരുപ്പുണ്ടെന്ന് വിചാരിക്കുക, അതുപോലുള്ള ചെരുപ്പ് എനിക്ക് കിട്ടാൻ എന്താണ് ഒരു സാധ്യത? യെസ്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ നടക്കും. പിന്നെ നമുക്ക് വാങ്ങാനുള്ള പൈസ നമുക്ക് ഒത്തുവരാറുണ്ട് അല്ലേ? ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ പവർ നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ താങ്ക് യു പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ ആഗ്രഹങ്ങൾ നേടിയെടുത്തൂടാ, നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തൂടാ? ഫോർഗീവ്നെസ് കൊടുക്കേണ്ടടുത്ത് ഫോർഗീവ്നെസ് കൊടുത്തൂടാ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വെറുതെ മറ്റുള്ള ആൾക്കാരുടെ അവർ ചെയ്തതായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് അവരോട് വെറുപ്പ് പിടിച്ച് നടക്കുന്നതിൽ എത്രയോ നല്ലതല്ലേ നമുക്ക് നമ്മളേതായൊരു ലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ശരിയല്ലേ? സ്വയം സ്നേഹിക്കുക അല്ലേ? അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഈ ബുക്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. കഠിനാധ്വാനം ചെയ്താലും സത്യസന്ധത കാണിച്ചാലും പണക്കാരനാകാൻ സാധിക്കില്ല എന്ന്. കാരണം ക്രിയാത്മകതയും ഭാവനയും ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ സത്യസന്ധത വേണ്ടാന്നല്ല അല്ലേ? പക്ഷെ കഠിനാധ്വാനം ചെയ്ത് വലിയ സത്യസന്ധനായിട്ട് ഒന്നും പണക്കാരനാകാൻ പറ്റില്ല. അതിൻ്റേതായ ആ ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ ബുക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ബുക്ക്, അതായത് നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ ബുക്കിന് സമ്മറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ആരെങ്കിലും ഇത് അതായത് ഓഡിയോ ആയിട്ട് വേണമെന്ന് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വായിക്കാം.
ആരെങ്കിലും പറയണം കേട്ടോ, എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിത് വായിക്കുക. മറ്റേ ബുക്ക് ഞാനിപ്പോൾ റീഡിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വേണമെങ്കിൽ ഇതുകൂടെ നെപ്പോളിയൻ ഹിൽ എഴുതിയ അത് ഓരോരോ പാർട്ട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ഇടാൻ ശ്രദ്ധിക്കുക. കമൻറ്റിൽ ഇടുക, നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കുറച്ച് എഫേർട്ട് ഉണ്ട് ഈ ബുക്ക് എടുത്ത് വായിച്ച് ഒന്ന് ക്രോഡീകരിച്ച് റെഡിയാക്കാൻ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ബുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ എഴുതിയ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല, കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ബുക്ക് റീഡിങ് വേണമെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഇടുക. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്നും പറയുന്നത് പോലെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരുടെ ലൈഫിലും സന്തോഷവും സമാധാനം സമ്പൽ സമൃദ്ധി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളൊരു ഷെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്കോ നിങ്ങളൊരു സബ്സ്ക്രൈബറോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് നമുക്ക് ഒരുപാട് കാലം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഒരുപാട് ആൾക്കാർ വേദനിച്ചും വിഷമിച്ചും കഴിയുന്നുണ്ട്. ഒരാശ്വാസം എൻ്റെ വാക്കിലൂടെ അവർക്ക് ലഭിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരിക്കും നിങ്ങൾക്കും എനിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, എല്ലാവരും നിങ്ങളെല്ലാം സ്നേഹത്തിന് നന്ദി, എല്ലാം സ്വീകരിച്ചതിന് നന്ദി, സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി, ലൈക്ക് ചെയ്യുന്നതിന് ഷെയർ ചെയ്യുന്നതിന് എല്ലാത്തിനും നന്ദി. താങ്ക് യു.